Hello, welcome to Market Discussion of the Day. Today, November 14, 2025, Friday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് റീറ്റെയിൽ സെയിൽസ് US റീറ്റെയിൽ സെയിൽസ് വരുന്ന ദിവസമാണ്. മാറി നിൽക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ദിവസമാണ് അല്ലേ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്, 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. ഈ 7:30ക്കും 10:30ക്കും ഒരേ കാര്യങ്ങളായിരിക്കും പറയുക. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏത് സമയത്താണോ നിങ്ങൾക്ക് കയറാൻ പറ്റുക അതനുസരിച്ചിട്ട് കയറുക. ഓക്കെ, പക്ഷേ ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്താലും വലിയ ഉപകാരമായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ പോകാൻ നേരത്തെ ഇന്നലെ നമുക്ക് CPIയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, CPIയുടെ ഡേറ്റ ഇന്നലെ നമുക്ക് വൈകുന്നേരം 6 മണി, ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് നോട്ട് ഡിക്ലെയർഡ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നടന്ന നമ്മുടെ GBPയിലുള്ള CPIയുടെ ഡേറ്റ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ GBPയിലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഇന്നലെ CPIയുടെ ന്യൂസ് വന്നിട്ട് നോട്ട് ഡിക്ലെയർഡ് ആയിരുന്നു. ഓക്കെ, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും നോട്ട് ഡിക്ലെയർഡ് ആയിരുന്നു. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയിരുന്നു. പക്ഷേ താൽക്കാലികമായിട്ട് അത് റീഓപ്പൺ ചെയ്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഫണ്ടിങ് ബില്ല് പാസ്സാക്കി 12 നവംബറിൽ. സോ കുറേ എന്താ പറയുക, ഏജൻസീസ് റീഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻസ് റീസ്റ്റോർ ചെയ്തു എന്നുള്ളൊരു വാർത്തയും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനിയൊരു 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എടുക്കണം എന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് നാളത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചായിരിക്കും ഇന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇന്ന് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ റെക്കോർഡ് ചെയ്യാനായിട്ടും കുറച്ച് ലേറ്റായി, കാരണം എൻ്റെ ലാപ്ടോപ്പിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ആ പ്രോബ്ലം ഒന്ന് സോൾവ് ആക്കിയത് ഞാൻ. അതുകൊണ്ടിട്ടാണ് എനിക്ക് നേരത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഓക്കെ, സോറി അബൌട്ട് ദാറ്റ്. സോ നമുക്ക് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ നാളത്തെ തിങ്കളാഴ്ച എന്താണ് നമുക്ക് ഏത് ലെവൽസിൽ കിട്ടിയാലും നമുക്ക് എടുത്ത് പോകാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഇപ്പോഴേ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അല്ലാതെ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എടുക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുക്കുകയാണ്. കാരണം റീറ്റെയിൽ സെയിൽസ് വന്നാൽ കുറേ കാലത്തിന് ശേഷം US നിന്ന് വരുന്നൊരു ന്യൂസ് ആയതുകൊണ്ടിട്ട് തന്നെ വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമതേ ഗോൾഡിൻ്റെ ചാർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇന്നലെയൊക്കെ എങ്ങോട്ടൊക്കെയോ പോവായിരുന്നു. ഒരു സപ്പോർട്ടും ഇല്ല, റെസിസ്റ്റൻസും ഇല്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് എന്തിനാണ് നമ്മൾ വെറുതെ വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നത് പോലെയാണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ആക്ച്വലി പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPY ഇന്നലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. 154.10 അടുത്തൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 153.40 താഴെ സ്റ്റോപ്പ് ലോസ്. അങ്ങനെ ട്രേഡ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് 70 പിപ്പിൻ്റെ എങ്കിലും പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് 154.90 എന്ന് പറയുന്ന അവിടെ വരെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറേണ്ടിയിരിക്കുന്നു. കാരണം 155 പലവട്ടം റെസിസ്റ്റ് ചെയ്തൊരു സോൺ ആയതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് തിരിച്ച് വരാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. ഓക്കെ, സോ വീണ്ടും നമുക്ക് 154 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. ഇപ്പോഴല്ല, ഇന്നല്ല. നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഇന്ന് വന്നിട്ട് തിങ്കളാഴ്ച ഇന്ന് രാത്രി അവസാനിക്കുന്നത് 154 മുകളിലാണ്. അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് നമുക്ക് 154 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോവാം. 154 അവിടുന്ന് ബൈ ചെയ്ത് പോവാം. ഇതാണ് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി JPYയിൽ. ഓക്കെ, നേരെ നമ്മളുടെ
യൂറോയിലോട്ട് വരാം. ഓക്കെ, യൂറോയിൽ നമ്മൾ 1.1600 ക്രോസ് ചെയ്തു. ഇന്നലെ രാത്രിയിൽ ക്രോസ് ചെയ്തു. ഇന്നലെ രാത്രി ക്ലോസിങ് 1.1600 മുകളിലായിരുന്നു. ഇന്ന് രാവിലെ എല്ലാ ക്യാൻഡിൽസും, എല്ലാ മാർക്കറ്റ് അവേഴ്സിലെ ക്യാൻഡിൽസും 1.1600 മുകളിലായത് കൊണ്ടിട്ട് തന്നെ 1.1600 അവിടെ നമുക്ക് നല്ലൊരു ബൈ എൻട്രി ഉണ്ട്. ഇന്ന് അവസാനിക്കുന്നത് 1.1600 മുകളിലാണ്. തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്കും 1.1600 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ബൈ ചെയ്ത് പോകാം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 1.1500 ആണ്. സോ നമുക്ക് 1.1500 കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവായതുകൊണ്ടിട്ട് തന്നെ 1.1550 അവിടെ കിട്ടിയാൽ പോലും അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാ ആൾക്കാർക്കും 1.1500 കിട്ടിയാൽ അത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ളൊരു എൻട്രി പോയിന്റ് എന്നും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു GBP. സോ GBP ഇന്നലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. 1.3100 അവിടെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടുന്ന് 1.3210 വരെ ഓൾമോസ്റ്റ് ഒരു 100 പിപ്സിന്റെ മൂവ്മെന്റ് ആണ് ഇന്നലെ GBP നമുക്ക് തന്നത് അല്ലേ. നമ്മുടെ ലെവൽസിൽ നിന്ന് ബൈ ചെയ്തിട്ട് നല്ല ഒരു ബൈ എൻട്രി നമുക്ക് കിട്ടുകയും ചെയ്തു. നമുക്ക് ഇന്ന് വീണ്ടും രാവിലെ 1.3100 നമുക്ക് കിട്ടി. അത് ഓൾറെഡി പ്രോഫിറ്റിലാണ്. 1.3140 നിൽക്കുന്നു. അതും ഞാൻ ഈ പറയുന്നത് പോലെ 1.3200 ഒക്കെ അടുത്ത് വരുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം മാർക്കറ്റ് 1.3200 അവിടെ ഈ റേഞ്ചിനകത്താണ് നിൽക്കുന്നത്. 1.3100 to 1.3200 ഇവിടെ എത്ര നാളായി ഈ റേഞ്ചിനകത്ത് തന്നെ ഇങ്ങനെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ റേഞ്ചിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. സോ എത്ര വട്ടം നമുക്ക് ഇതേ റേഞ്ചിൽ കിടന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും അല്ലേ. സോ ഇതൊക്കെയാണ് നമ്മൾ കറൻസീസിൽ ട്രേഡ് ചെയ്യാൻ നേരത്ത് സേഫ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇതുകൊണ്ടാണ് ഞാൻ ഗോൾഡിൽ ട്രേഡ് ചെയ്യാതെ കറൻസീസിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതിനകത്തുള്ളൊരു ബേസിക് ലോജിക് ഇത്രയേ ഉള്ളൂ. ഗോൾഡിൽ നമ്മളൊരു 0.1 ലോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു $3,000 അല്ലെങ്കിൽ $5,000 ഒക്കെ ഉള്ള ഒരാൾ ഒരു 0.1 ലോട്ടോ 0.2 ലോട്ടോ ഒക്കെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ ലോട്ട് സൈസ് എടുക്കുന്നത് മണ്ടത്തരമാണ്. പല ആൾക്കാരും ഞാൻ കണ്ട $5,000 വെച്ചിട്ട് ഒരു ലോട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർ ചെയ്യരുത്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം സ്റ്റോപ്പ് ലോസ് നമുക്കൊരു വൈഡൻ ചെയ്തൊരു $20-25 വെക്കണം. $25 പോയാൽ നമ്മുടെ $2,500 പോകുന്നത് ഒരു ലോട്ടിലൊക്കെ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ലോങ്ങർ ടേമിൽ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 പ്രോഫിറ്റ് അടിച്ച് നമുക്കൊരു 10,000 ഒക്കെ ആക്കും. പക്ഷെ അതിനുശേഷം നമ്മുടെ പ്രോഫിറ്റ് എല്ലാം പോവുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക, ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ ഗോൾഡിൽ ഇപ്പം നമ്മൾ 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു 30 പിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു 150 പിപ്പ് അല്ലെങ്കിൽ 200 പിപ്പിന്റെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ $200 0.1 ലോട്ട് ചെയ്യുന്നാൽ $200 പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. നേരെ മറിച്ച് GBPയിൽ നമുക്ക് അതിൻ്റെ 3-1, 4-1, 5-1 മൂവ്മെൻറ്റേ ഉള്ളൂ. സോ അതുകൊണ്ടിട്ട് അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ലോട്ട് സൈസ് എടുത്ത് ട്രേഡ് ചെയ്യാം. ഇപ്പം 3 ഇരട്ടി ലോട്ട് സൈസ് എടുത്തു കഴിഞ്ഞാൽ GBPയിലൊക്കെ എങ്ങനെ പോയാലും ഒരു 8-80 പിപ്പിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. 80 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ $240 ആണ് 0.3 ലോട്ട് ചെയ്യുന്ന ഒരാളുടെ പ്രോഫിറ്റ്. ഇപ്പോൾ ഗോൾഡിൽ എടുക്കുന്ന അതേ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും വിത്ത് സേഫ്റ്റി. ഓക്കെ, മാർക്കറ്റ് സ്ലോ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് തിങ്ക് ചെയ്യാനും നമ്മളുടെ ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്യാതിരിക്കുകയും അങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനും പറ്റും. ഓക്കെ, സോ ഇതാണ് ഞാൻ എപ്പോഴും നമ്മളുടെ കറൻസീസിൽ ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇന്നും നമുക്ക് സെയിം തന്നെയാണ്. 1.3100 രാവിലെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. എടുത്തിട്ടുള്ള ആൾക്കാർ 1.3200 അടുത്തൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് അവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ കമ്മിങ് ടു ഗോൾഡിലോട്ട് വരും. 4165. എനിക്കറിയില്ല ഗോൾഡിൽ എന്താ ചെയ്യേണ്ടതെന്ന്. എന്താണ് ഗോൾഡിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. എന്താണ് ഗോൾഡിൻ്റെ ട്രെൻഡ് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ആ ട്രെൻഡ് അറിയാം, അപ് ട്രെൻഡാണ്. ഓക്കെ, ട്രെൻഡ് അറിയാം, അപ് ട്രെൻഡാണ്. പക്ഷേ റീട്രേസ്മെൻറ്റ് നടക്കുന്നുണ്ടോ? 2,500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഈ ആഴ്ച നടന്നിട്ടുണ്ട്. 2,500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായാൽ ഉറപ്പായിട്ട് മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് ബുക്കിംഗ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഓക്കെ, സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റ് താഴോട്ടും പോകും. അതനുസരിച്ച് നമ്മുടെ ഇമോഷനും താഴോട്ട് പോവുകയും നമ്മൾ ലോസിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വെറുതെ എന്തിനാണ് പിന്നെയും നമ്മൾ ആ ഒരു ട്രാപ്പിലോട്ട് തന്നെ എടുത്ത് ചാടി വെറുതെ നമ്മളുടെ കാശ് കളയുന്നത്? നമുക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരുപാട് കറൻസീസ്
തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, അതും ഒരു റേഞ്ചിനകത്ത് ഇവിടം തൊട്ട് അവിടെ വരെ, അവിടം തൊട്ട് ഇവിടെ വരെ അങ്ങനെ മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഉള്ളപ്പോൾ നമ്മൾ ആസ് എ ട്രേഡേഴ്സ് നമ്മൾ എന്തിനാണ് ഗോൾഡിൽ ചെയ്യുന്നത് അല്ലേ? സോ ഗോൾഡിൽ എനിക്ക് ഒന്നും പറയാനില്ല. നമുക്ക് ലെവൽസിൽ കിട്ടിയാൽ 4130 അവിടെയൊക്കെയാണ് ഇനിയുള്ള റേഞ്ച് നമുക്ക് കിട്ടുന്നത് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വർക്കാവുമെന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, പരീക്ഷണം നടത്താൻ വേണം എന്നുള്ള ആൾക്കാർക്ക് 4130 അവിടെ കിട്ടിയാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ടൈറ്റായിട്ട് 4118 താഴെ അല്ലെങ്കിൽ 15 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. അല്ലെങ്കിൽ വൈഡൻ ചെയ്യണമെങ്കിൽ $25 to $30 സ്റ്റോപ്പ് ലോസും വെക്കാം. മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിൻ്റെ 1:1.5 റേഷ്യോയിലെങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. പല ആൾക്കാരും ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർ ട്രേഡറിൽ ഏതൊരു ബ്രോക്കർ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ റെഗുലേഷൻസ് നോക്കണം. ഓക്കെ, സോ റെഗുലേഷൻസ് നമ്മൾ സ്റ്റാർ ട്രേഡറിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷൻ, FCയുടെ റെഗുലേഷൻ, UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ, ASICയുടെ റെഗുലേഷൻ ഒക്കെയുള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ STP അക്കൗണ്ടും അതേപോലെ ECN അക്കൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിഡ്രോവൽസ് ഒക്കെ വളരെ ഫാസ്റ്റും ആണ് ഈ ഒരു ബ്രോക്കറിൽ. ഓക്കെ, സോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താ വെച്ചാൽ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ് ആണ്. അത് യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ 100% ബോണസ്. ആദ്യത്തെ $1000 100% ബോണസ്. അതായത് 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $2000 ട്രേഡ് ചെയ്യാം. ഓക്കെ, സബ്സിക്വന്റ് ഡെപ്പോസിറ്റിന് സപ്പോസ് $2000 ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 1000ന്റെ 100%, ബാക്കി 1000ന്റെ 20%, അതായത് ഓൾമോസ്റ്റ് $2200 നമുക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യാം ഈ ഒരു യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ. ഓക്കെ, സോ ഏഷ്യൻ ക്ലയൻസ് ആണെങ്കിൽ $1500 50% ആണ് ബോണസ്, സബ്സിക്വന്റ് ഡെപ്പോസിറ്റിന്റെ 20%. അപ്പോൾ 1000 ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് യൂറോപ്യൻ ആയിക്കോട്ടെ, ഇന്ത്യൻ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, എവിടെ ആണെങ്കിലും നമുക്ക് 20% ബോണസ് കമ്പനി തരികയും ചെയ്യും. സോ ഇനിഷ്യലി നമുക്ക് ക്യാപിറ്റൽ വളർത്താനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാർ ട്രേഡർ ചൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ റീസൺ. കാരണം എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും ഉണ്ട്, അതിൻ്റെ കൂടെ ഇത്രയും ഡെപ്പോസിറ്റ് ബോണസും അല്ലെങ്കിൽ സബ്സിക്വന്റ് ബോണസൊക്കെ തരുന്ന കമ്പനി സ്റ്റാർ ട്രേഡറാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റാറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഞാൻ അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ടൊരു മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഡയറക്റ്റ്ലി മെയിൽ അയച്ചാലും അതിന് റെസ്പോൺസ് കിട്ടും. പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബാച്ചിലെ ക്ലാസ്സിന് എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.